Okay, good morning. Okay, in the last class we have seen various types of replacement, the factors affecting replacement. There were two factors, mainly technical factors and cost factors. And we have started with the methods. There are mainly three methods for replacement studies. First one is payback method, then present worth method, and MAPI method. In that first one, we have already discussed, that is a payback period method, where there is a payback period. We have to find the payback period. That means at the end of which year the total amount or the initial cost will be reduced, or the net return, it will be returned in which year. Based on that, we will get a value for payback, and we will choose the alternative for the replacement in such a manner that the product which is having lowest payback period will be chosen. So that was the first method, that is payback period method. Now we will see the next method, that is present worth method. Present worth. Value of the money today. അതായത് ഇപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ പറഞ്ഞു money value may change. അപ്പോൾ after 10 years or 20 years, the value of money will not be same as of now. ഇപ്പോൾ നമുക്ക് ഒരു 2000 രൂപയ്ക്ക് കിട്ടുന്ന സാധനമായിരിക്കില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അന്നുള്ള 2000-ന്റെ ഇന്നുള്ള വില നമ്മൾ പറയില്ലേ, അതിനെയാണ് പ്രസന്റ് വർത്ത് വാല്യൂ എന്ന് പറയും. അപ്പോൾ പ്രസന്റ് വർത്ത് മെത്തേഡ്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഒരു കാൽക്കുലേഷൻ പാർട്ടാണ്. അപ്പം that is, the relation is given by P equal to F into 1 plus I the whole raised to minus n. ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കാം. where P is the present value, ഇപ്പോഴത്തെ വാല്യൂ. P is the present value. Present value. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലെ വാല്യൂ. ഫ്യൂച്ചറിൽ എൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. വർത്ത് ഓഫ് മണി, worth of money in future. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഓരോ വർഷം ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ എൻ, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതിനാണ് നമ്മൾ പ്രസന്റ് വർത്ത് മെത്തേഡ്. ഇതിന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ സപ്പോസ് യു ഹാവ് ഇൻവെസ്റ്റഡ് റുപ്പീസ് 5,000. 5,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് കരുതുക. ഇനീഷ്യലി നിങ്ങളൊരു 5,000 ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് പ്രസന്റ് വാല്യൂ. ഇതിൻ്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5,000 ആണ്. P1000. ഇനി സപ്പോസ് യു ഹാവ് 10 years ആൻഡ് the interest 10% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഉള്ളതെന്ന് കരുതുക. ഇതിൻ്റെ വർത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ. അതായത് ഫോർ 10 years, നമ്മളൊരു 10 വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത്. ഫോർ 10 years, ആൻഡ് ദ ഇൻട്രസ്റ്റ്
we assume that it is 10%. അങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ, സോറി ഇപ്പോഴത്തെ അല്ല, ഫ്യൂച്ചറിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പി ഈക്വൽ ടു എഫ് ഇൻറ്റു 1 + i റേസ് ടു -n ആണ്. അപ്പം എഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എഫ് വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു 1 + i റേസ് ടു n ആയിരിക്കും. ഇതിൽ വെറുതെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരിക? 5000 ഇൻറ്റു 1 + 10%, 10/100, 0.1 അല്ലേ, റേസ് ടു n എന്നുള്ളത് എത്രയാണ്? 10. And you will get the value as 12968.71. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് വാല്യൂ 5000 ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ 10 years ആയപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയായി. ഇതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ ഇത് ഉപയോഗിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം പല പ്രോഡക്റ്റുകൾ. ഓരോ പ്രോഡക്റ്റിന് ഓരോ ടൈപ്പിലായിരിക്കും ഇൻട്രസ്റ്റ്, അതേപോലെ വാല്യൂസൊക്കെ വരുന്നത്. അപ്പം അത് അനുസരിച്ച് എന്താണ് ഇതിൻ്റെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനനുസരിച്ച് എന്താണ് നമുക്ക് ചൂസ് ചെയ്യാം ഏത് പ്രോഡക്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്, അല്ലാത്തത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, പ്രസൻറ്റ് വർത്ത് മെത്തേഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ പേ ബാക്ക് പീരീഡിൽ നമ്മൾ ടൈം വാല്യൂ പറയുന്നില്ല. നമ്മൾ പറഞ്ഞു 2 lakh ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh ആയിരുന്നു. അപ്പോൾ ഇയർലി റിട്ടേൺ 40,000 വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എന്താണ് 40,000 + 40,000 + 40,000 അങ്ങനെ 5 തവണ ആയപ്പോൾ എന്താണ് നമുക്ക് 2 lakh തിരിച്ചു കിട്ടി. പക്ഷെ അത് 5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ 2 ലക്ഷത്തിൻ്റെ വില അതായിരിക്കണമെന്നില്ല, ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു മണി വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ പറയുന്നില്ല ഇവിടെ. പക്ഷെ അതിന് ടൈം വാല്യൂവിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഏബിൾ ടു കമ്പയർ ഇറ്റ് വിത്ത് അനദർ മെഷീൻ. അപ്പോൾ ഈ വെർത്ത്, ഇതിൻ്റെ ഒരു വെർത്ത്, അതായത് എത്രത്തോളം വെർത്താണ് ഒരു പ്രോഡക്റ്റ് ഇൻ കേസ് ഓഫ് മണി വാല്യൂ ഓർ ടൈം വാല്യൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം, 2 പ്രോഡക്ട്സ് കമ്പയർ ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതായത് പറഞ്ഞ പോലെ ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, മെയിൻലി ഡ്യൂ ടു ദ അൺസർട്ടനിറ്റി ടു മെഷർ ദ ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഐയുടെ കേസ് നമ്മൾ പറയുന്നുണ്ട്, അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ഓരോ പ്രോഡക്റ്റിന്. അപ്പോൾ അതുണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് പറയുന്നത് MAPI അല്ലെങ്കിൽ മാപ്പി മെത്തേഡ് എന്ന് പറഞ്ഞത്. അതെന്താണ് നമുക്ക് നോക്കാം. MAPI മാപ്പി മെത്തേഡ്. അപ്പോൾ മാപ്പി മെത്തേഡ് എന്ന് പറയുമ്പം സംതിങ് റിലേറ്റഡ് ടു മാപ്പ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അത് കണ്ടുപിടിച്ചൊരു അണ്ണനുണ്ട്. അണ്ണൻ്റെ പേരാണ് ജോർജ് ടെർബോർഗ്. ജോർജ് ടെർബോർഗ്. വൃത്തിയിട്ട് ഓരോ പേരുകൾ, അല്ല നോയലിനോ വല്ല ഇട്ടാൽ മതിയായിരുന്നു. എന്തായാലും ആയിക്കോട്ടെ, ജോർജ് ടെർബോർഗ്. ഈ ജോർജ് ടെർബോർഗ് അത് ഇതിനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇയാൾ വർക്ക് ചെയ്ത സ്ഥലം, അതായത് ഈ വാസ് ആൻ ഡയറക്ടർ ഓഫ് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് ഈ മാപ്പി, അതായത് മെഷീനറി ആൻഡ് അലൈഡ്
products institute. ഇവിടെ ഒന്നും അല്ല, അങ്ങ് USA-ലാണ്. ഓക്കെ, അപ്പം ഈ കമ്പനി ജോർജ് ടെർബോഗ്, he was a director of this particular company, that is Machinery and Allied Products Institute in USA. He is the one who developed this method. So the method termed as MAPI, M-A-P-I, MAPI method. ഇനി ഈ മാപ്പി മെത്തേഡ് എന്താണ്? ഈ മാപ്പി മെത്തേഡ് ബേസിക്കലി ദിസ് ഈസ് ഫോർ റീപ്ലേസ്മെന്റ്, അല്ലേ? റീപ്ലേസ്മെന്റിന് വേണ്ടിയാണ് ഈ പറഞ്ഞ മെത്തേഡുകളെയും പറഞ്ഞ എല്ലാ മെത്തേഡുകളും ഉപയോഗിക്കുന്നത്. മാപ്പി ആയാലും കോപ്പി ആയാലും എല്ലാ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഏതോ ഒരെണ്ണം ഉണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അപ്പം അതിൻ്റെ പോരായ്മ കൊണ്ടാണ് നമ്മൾ വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് എ ന്യൂ വൺ വിച്ച് ഈസ് ഹാവിങ് സം ഗുഡ് ക്വാളിറ്റീസ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ക്വാളിറ്റീസ്. അതുകൊണ്ട് അതിനെ നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് നമുക്ക് കാണാം. അതായത് രണ്ടായിട്ട് പറഞ്ഞു. അതായത് ഫസ്റ്റ് വൺ എന്താണ്? ദ എക്യുപ്മെന്റ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ്. എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റിനെ വിളിച്ച പേരാണ് ഡിഫൻഡർ. ഇനി അതേപോലെ നമ്മൾ ഏതിനെ വെച്ചാണോ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പുതിയ എക്യുപ്മെന്റ്, ന്യൂ എക്യുപ്മെന്റ്, that we can call it as challenger. ഇങ്ങനെ ഒരു രണ്ട് ടേം കൊടുത്തിട്ടുണ്ട്, ഡിഫൻഡർ, ചലഞ്ചർ. അതായത് പഴയ മെത്തേഡ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? വേറെ പുതിയ ആളുകൾ വരും, അല്ലേ? അപ്പോൾ അതെപ്പോഴും എന്താണ്? നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഉള്ള പോരാട്ടത്തിലായിരിക്കും, ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡിഫൻഡർ. ഇനി പുതിയതായിട്ട് ആൾ വരുന്നു, അതൊരു വലിയ ചലഞ്ചാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റിനെ റീപ്ലേസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ചലഞ്ചർ. അപ്പം ഡിഫൻഡറും ഉണ്ട്, ചലഞ്ചറും ഉണ്ട്. അപ്പോൾ മാപ്പി മെത്തേഡ് വഴി അനാലിസിസ് നടത്തും. മാപ്പി ചാർട്ട്സ്, യൂസിങ് മാപ്പി ചാർട്ട്സ് ആൻഡ് മാപ്പി സമ്മറി ഫോംസ്, അതൊക്കെ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ അനാലിസിസ് വിൽ ബി ഡൺ, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് എ particular appropriate challenger will be selected. അപ്പം കുറേ ടൈപ്പ് ചലഞ്ചേഴ്സ് ഉണ്ടാവും. ചലഞ്ചർ 1, 2, 3, 4 അതൊക്കെ ഉണ്ടാവും. There were many alternatives. From that, according to the analysis, which one is better, that will be chosen for the defender. ഡിഫൻഡറിന് പകരം ആ ടൈപ്പ് ചലഞ്ചർ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാപ്പി മെത്തേഡ്. Steps in mapping method. First of all, identify the defenders. Identify all the parts of the existing one, that is the defender. All parts which can replace the defender. That means we have to identify which all parts can be replaced with the new one, that is the challenger. So identify the parts which can be replaced. Then second one, regarding the cost, calculate the present average capital cost. You have to that
you will get from a object, or you will do one problem. From that it will be clear. Anyway, the second step is you have to calculate two things. That is, first one, average capital cost. Average capital cost. Capital cost and operating loss. Operating loss of defender. That means in each year, you will see in the first year, there will be a particular value for the average capital cost for a machine. Say machine A, it is having some value for average capital cost and some other value for operating loss of defender. Operating loss. That means the loss due to the certain factors. Due to some failures, there will be some amount associated with the loss, and the capital cost will be there. If the loss is greater, in which year the operation loss will be greater, then at that time, from then onwards, the operating cost or the loss will be greater than the average capital cost. So in that case, we will go for replacement. Third one, calculate the total loss, total cost of the challenger. That means calculate total cost of challenger. Challenger means the new equipment. Challenger using the MAPI charts or MAPI summary forms, using MAPI charts. Okay, so calculate the total cost of the challenger. Then finally replace it with the defender. Replace it with the defender. So these are the basic steps of any mapping method. First of all, we identify which all parts can be replaced for the defenders. Then we calculate the average capital cost and operating loss of the defender, and based on that, we will choose on which year it will be replaced. And using the third step, we are using the MAPI charts. The total cost of the challenger is calculated, and finally it is replaced. So now we'll see what are the advantages. Advantages. Advantages of a mapping method. So here the depreciation, and also obsolescence, etc. are taken into account while making the decision. So while making the replacement decision, these factors are also taken into account. That is depreciation. That means lowering the value of the product due to many factors. So the value will be lost. So the lowering value of, or lowering trend of the value of this any component will be taken into account, and also regarding the obsolescence of any product. This can be applied to single as well as combination of number of equipments. Not only single product, but also can be applicable to a number of equipments. That is single as well as combination of
combination of number of equipments. Okay. Then this helps in budgeting equipment expenditure. Budgeting equipment expenditure. So it gives a clear idea of the equipment expenditure regarding the amount spent or anything related to the expenditure. So budgeting can be done based on this. And finally, we can say this is comparatively more accurate, reliable, and also easy to follow. More accurate, reliable, and also easy to follow. So these are the main advantages of a MAPI method. Now, next we will see depreciation. Next topic is depreciation. Depreciation. Okay. So what is a depreciation? Basically, depreciation is the value or reduction in the value. Reduction, not only value, but the efficiency also. So the reduction in the value, or efficiency, reduction in the value and efficiency of any plant or equipment or any asset which is fixed due to the wear and tear. Wear and tear in case of equipment, or due to passage of time, or its use, continuous use, climate, or even obsolescence. This is termed as a depreciation. So what is depreciation? It is the reduction, mainly reduction of the value and efficiency. Reduction in the value and efficiency of what? Plant or equipment, or any fixed assets. Any fixed asset, building or anything, any product, due to wear and tear, passage of time, its continuous use, climate or obsolescence, etc. This is termed as the depreciation. So basically it is a reduction in value. So by time going, or as the time passes, there will be, due to many factors, the value may decrease. So the value and the present value may not be there, or it may lose due to its over usage and all, or due to failures or anything. It will be changing, continuously changing. The main factor is the obsolescence. Obsolescence means every day by day new technologies are arriving, so the old one will become. Due to this obsolescence also, the value of the pre-existing components or product will be reducing. So there will be a depreciation. And so here also we are having many methods to find the depreciation value. And usually this depreciation is
counted yearly on the yearly basis. So after each year, this particular value will be depreciation. And sometimes we will say this is the percentage of depreciation regarding like that. And in case of income tax and all, we have seen. Okay, we have seen that there is a taxable amount. How we pay the income tax? We have a gross income. Usually we have an income. From that, this particular value is the taxable income. So this will be taxable income. From where, if there is any such depreciation and all, this is actually a loss. So that will be deducted. This value will be deducted from the taxable value. So we need to pay only a small value for the income tax and all. So here also there is a need for finding the depreciation and all. So depreciation can be classified into two. Mainly, first of all, due to physical condition and due to economical factors. So anyway, we will see that in the next class.